കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നടത്തിവരുന്ന ഒരു കലാരൂപമാണ് കളമെഴുത്തും പാട്ട്. ഈ കളം നിലത്താണ് തയ്യാറാക്കുന്നത്. അരിപ്പൊടി, കരിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിങ്ങനെയുള്ള പ്രകൃതിദത്തമായ പൊടികൾ ഉപയോഗിച്ചാണ് കളം തയ്യാറാക്കുന്നത്. ദീപാരാധനയ്ക്ക് മുമ്പ് തന്നെ കളം തയ്യാറാക്കി തുടങ്ങും. മണിക്കൂറുകളുടെ സമയമെടുത്താണ് കളം തയ്യാറാക്കുന്നത്. ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും പ്രതിഷ്ഠയും ആചാരാനുഷ്ഠാനങ്ങളും അതിൻ്റെ ഭാഗമായി കളങ്ങളിൽ മാറ്റങ്ങൾ വരും. ഈ ക്ഷേത്രത്തിൽ തന്നെ ദേവിയുടെ കളവും നാഗത്തിൻ്റെ കളവും കാണാൻ സാധിക്കും. ഇപ്പോൾ വളരെ കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമാണ് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഈ കളമെഴുത്തും പാട്ടൊക്കെ നടത്തി വരുന്നത്. കല്ലേപ്പുള്ളി ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടത്താറുള്ള കുംഭാഭിഷേകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കളമെഴുത്തും പാട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല ഭാഗങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കടലിൽ ഒരമ്മ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കാന്താറ് വനം തീ കത്തിക്കൊണ്ട് വരികയാണ്. തീ കത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ പുറ്റിക്കിടക്കുന്ന സർപ്പങ്ങൾ ഞങ്ങളൊക്കെ കരിഞ്ഞു പോകുകയാണ്. ഞങ്ങളെ രക്ഷപ്പെടുത്തണം പറഞ്ഞു. അപ്പോൾ ഈ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ആളിനെ കാണാനില്ല. വീണ്ടും 3ാമത്തെ പ്രാവശ്യം നിങ്ങൾ രക്ഷപ്പെടുത്തണം, ആരും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ അമ്മ ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ നാഗന്മാർ ഞങ്ങൾ കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ കടലിൻ്റെ ഓരത്തിരിക്കുന്ന ചാളയും കെട്ടിയിട്ട് ഇരിക്കുന്ന ഈ അമ്മ കടലിലേക്ക് സാരി എറിഞ്ഞിട്ട് അയ്യ വെള്ളത്തിനെ പൊഴിഞ്ഞിട്ട് ഈ തീ കത്തുന്നതിനെ അങ്ങനെ നനച്ചിട്ട് വന്നു. പുറ്റിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ പുറ്റിൻ്റെ അതുവരെ നനച്ചിട്ട് വന്നു. അപ്പോൾ ഈ നാഗർ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ അമ്മൻ്റെ കൂടെ ഈ നാഗന്മാർ വരികയാണ് പറഞ്ഞു. നാഗന്മാർ വരികയാണ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ എവിടെ കൊണ്ടാ താവിരിക്കുന്നത്, ഞാനൊരു ചെറിയ ചാളയിലാണ് എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ശരി അങ്ങനെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു റൂമിൽ നിങ്ങൾ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ തോണ്ടിയിൽ അവരിനെ അടച്ചു വെച്ചു. അപ്പോൾ ആദ്യം ചെയ്തത് വൈരക്കല്ലാണ് കക്കിക്കൊടുത്തത്. ഈ വൈരക്കല്ല് കക്കിക്കൊടുത്തപ്പോൾ എനിക്ക് ഇത്ര വലിയ സ്വത്ത് വേണ്ട, എനിക്ക് 4 വീട്ടിൽ പോകാനുള്ള പിച്ചെടുക്കാനുള്ളത് മാത്രം എനിക്ക് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നാൽ മതി എന്നും പറഞ്ഞ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കുടത്തിൻ്റെ ഉള്ളിലിട്ട് അടച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ അമ്മൻ്റെ പിന്നാലെ ഒരാണ് വേണം. അപ്പോൾ ഈ ആണിന് കയ്യിലും കാലിലും കുഷ്ഠരോഗമാണ്. ഞാനപ്പോൾ ഈ ആണ് എന്ത് പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് വട്ടിയെടുക്കുക, എൻ്റെ കയ്യും കാലും കുഷ്ഠരോഗമാണ്, എനിക്ക് വട്ടിയെടുക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഇയാളിനെ കൊണ്ട് നിങ്ങൾ 2 മിനിറ്റ് നേരം അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും പറഞ്ഞു. തിരിഞ്ഞ് നിന്ന് നോക്കുമ്പോൾ കൈയും കാലമൊക്കെ ശരിയായി. അങ്ങനെ കളം അവിടെ ഉത്ഭവിച്ചതാണ്. അങ്ങനെയാണ് കളം ഉണ്ടായിരിക്കുന്നത്. അയാളുടെ കയ്യിലും കാലും അങ്ങനെ കുഷ്ഠരോഗം പിടിച്ചിട്ട് വെള്ളം ഒലിക്കുകയാണ്. അപ്പം ഞാൻ ഈ അമ്മയെ കൊണ്ട് പറഞ്ഞു, ഞാൻ എങ്ങനെ അമ്മയെ എടുക്കണ്, നിങ്ങളുടെ പിന്നാലെ പറഞ്ഞിട്ട് എനിക്ക് വട്ടി എടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ അമ്മ പറഞ്ഞത്, നിങ്ങളുടെ ഈ രോഗത്തിനെ ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുമ്പോൾ തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുമ്പോൾ കൈയും കാലൊക്കെ ശരിയായി. അങ്ങനെ ഈ അമ്മൻ്റെ കൂടെ ഈ ഭർത്താവ് വട്ടിയെടുക്കാൻ പോയതാണ്. വീടാന്തരം പിച്ചയ്ക്ക് പോയതാണ്. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, എനിക്ക് 3 വീട് മാത്രം എനിക്ക് നായേരി കഞ്ഞി വയ്ക്കാനുള്ള വക നിങ്ങൾ എനിക്ക് തന്നാൽ മതി എന്നും പറഞ്ഞ് അങ്ങനെ കളവ് ഇട്ടതാണ്. ഇപ്പം ഇന്നിപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ്? ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നാഗരിൻ്റെ കളവിട്ടു, അത് പാട്ട് പാടിക്കഴിഞ്ഞാൽ അതിന് മാറ്റി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് ശേഷം അമ്മൻ്റെ കളവാണ് ഇടുന്നത്. ഏകദേശം എത്ര മണിക്കൂറുകളുണ്ടാവും? ഇതിപ്പോൾ മണിക്കൂർ പറഞ്ഞാൽ ദൈവം വരുന്നവരെ പാട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ പാട്ട് പാടി തുടങ്ങല്ലേ? തുടങ്ങും. അപ്പോൾ അമ്പലത്തിലെ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റാർട്ട് ആവും. അതെ, അവിടുത്തെ പൂജ കഴിഞ്ഞ ഞാനും പൂജ കഴിച്ചതിന് ശേഷം തുടങ്ങും. ശരി.
നാരായണ നമഃ. ഓം നാഗദൈവമേ നമഃ. ഓം വൈകുണ്ഠനാഥനേ നമഃ. ഓം ശിവലിംഗമേ നമഃ. ഓം നാരായണ നമഃ. ഓം വൈകുണ്ഠനാഥനേ നമഃ. ഓം നാഗദൈവമേ നമഃ. ഓം നാരായണ നമഃ. ഓം നാഗദൈവമേ നമഃ. ഓം വൈകുണ്ഠനാഥനേ. ആ ചെയ്യുന്നിടത്ത് ശ്രീകൃഷ്ണൻ പാടുക. ആ. ഒരു അരിമൂല ഗണപതി പാടുക. ഒരു നാക്കുവിളക്ക്, തൂക്കുവിളക്ക്, ഒന്നിങ്കാന്താരി വിളക്ക്, ആ. ഒരു നാല് മക്കളിൽ ദൈവം തെളിയും പോലെ ആ സരസ്വതി വിളക്കു வாழ்க வாழ்കാലമേ. ഒരു കരിനാഗം മണിനാഗം
ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.